എല്ലാവരും സുഖമല്ലേ? ഇന്ന് ചെറുപയർ പരിപ്പും കൊണ്ട് നമുക്കൊരു പ്രഥമൻ പായസം ഉണ്ടാക്കാൻ കാണിച്ചു തരാം. വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ചെറുപയർ പരിപ്പ്, 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു 3 ആണി വെല്ലം, ഒരു 12 ഏലക്കായ, ഒരു 12 കാഷ്യൂസ്. തേങ്ങാപ്പാൽ ഞാൻ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ആണെങ്കിൽ വളരെ നല്ലത്. ചെറുപയറിനെ നമുക്ക് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെക്കണം, നല്ലോണം ഉണക്കിയെടുക്കണം. പിന്നെ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളതാണ്. ഈ വെല്ലത്തിന് നമുക്ക് ഉരുക്കിയെടുക്കണം. വെല്ലത്തിൻ്റെ അകത്ത് കരടൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ഡയറക്റ്റ്ലി നമ്മൾ ചെറുപയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പായസത്തിൻ്റെ അകത്ത് കടിക്കും. അതുകൊണ്ട് നമുക്ക് ഊറ്റിയെടുക്കണം. ഉരുക്കിയിട്ട് ഏലക്കായനെ ലാസ്റ്റ് പൊടിച്ചു എടുക്കണം. ആദ്യം വെല്ലം നമുക്ക് ഉരുക്കിയെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഇത് മെൽറ്റായിക്കോട്ടെ. എന്നിട്ട് നമുക്കത് അരിച്ചിട്ടാണ് വെന്ത പരിപ്പിൻ്റെ അകത്തേക്ക് ഇടേണ്ടത്. മധുരം നല്ല ഇഷ്ടമുള്ളവർക്ക് 1 ആണിയും കൂടെ ഇടാം. ഇതന്നെ പെർഫെക്റ്റ് ആയിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലും കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുപയറിനെ ഇതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കാസ്റ്റ് അയണിൻ്റെ പാനിൽ നമുക്ക് പകുതി ചെറുപയർ ആദ്യം ടോസ്റ്റ് ചെയ്തെടുക്കാം. ബാക്കി പകുതി പിന്നെ ലാസ്റ്റുമാണ് ഇടുക. ഇതിങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, ഈ മൂത്ത ചെറുപയർ നമുക്ക് പായസത്തിൻ്റെ അകത്ത് കടിക്കാൻ കിട്ടും. മറ്റേ ബാച്ച് നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. ആ സോഫ്റ്റായ ചെറുപയറാണ് പായസത്തിന് കട്ടി തരിക. പ്രഷർ കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. പക്ഷേ ചെറുപയറിൻ്റെ ക്വാളിറ്റിക്കെല്ലാം അനുസരിച്ചിട്ട് ചിലപ്പം വല്ലാണ്ട് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിന്ന് ഈ പോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് എക്സ്ട്രാ ടൈം ആവുന്നേ ഉള്ളൂ. ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ വെന്ത് കിട്ടും. ചെറുപയറിന് ഇങ്ങനെ നല്ലോണം മൂപ്പിച്ചെടുക്കാം. നല്ല സ്മെല്ല് വരും. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ചെയ്യാം. ഇപ്പോൾ സ്റ്റോറിൽ നിന്ന് മേടിച്ച ഉടനെ നമ്മൾ ചെറുപയറിനെ വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കുകയാണെങ്കിൽ ഇത്ര ടൈം ഉണ്ടാവില്ല വറുത്തെടുക്കാൻ. അപ്പോൾ കുക്ക് ചെയ്യാനാകുമ്പോൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അടുത്ത ബാച്ച് ചെറുപയറും കൂടി ഇട്ടു. എന്നിട്ട് 1 മിനിറ്റോളം നമുക്ക് ടോസ്റ്റ് ചെയ്താൽ മതി. വെള്ളം ഉണങ്ങുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കാം. ചെറുപയർ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ചെറുപയർ ഇങ്ങനെ കുക്കാവുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് പൊന്തും. അപ്പം ലിഡ് ഒന്ന് ഇടക്ക് പൊന്തിച്ച് കൊടുക്കണം. ഇത് കാടമം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആയിക്കോട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു നുള്ളു ഉപ്പിടണം. മധുരം ഒന്ന് ബാലൻസ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട്. നല്ലോണം വെന്ത് കഴിയുമ്പോൾ ഒരു തുള്ളി ഉപ്പിട്ടാൽ മതി. അത്ര മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വെല്ലം ഒഴിക്കാൻ. ഈ ഉരുക്കിയ വെല്ലം അരിച്ചിട്ട് നമുക്ക് പരിപ്പിലേക്കിടാം. വെല്ലം ഒന്ന് അവിടെ നിന്ന് തിളച്ചോട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. വേവുന്നതിന് മുന്നേ വെല്ലം ഇട്ട് കഴിഞ്ഞാൽ ചെറുപയർ പിന്നെ വേവില്ല. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടി ഇടാം. എന്നിട്ടത് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നെയ്യിൻ്റെ അകത്ത് ഈ കാഷ്യൂസ് വറുത്തെടുക്കാം. അത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഈ പായസത്തിലേക്ക് ഒഴിക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. വെച്ചിരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ കട്ടിയാവും. ഇത് ചിൽഡായിട്ടാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 2 ദിവസമൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. നമ്മൾ ഓണം, വിഷു അതിനൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു പായസമാണ്. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.